നോക്കൂ, പാലക്കാട് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം പാലക്കാടിലെ ജനത സന്തോഷപൂർവ്വം ഞങ്ങളുടെ പാലക്കാടിനെ സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടെങ്കിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. നിങ്ങൾ കേരള നിയമസഭയിൽ ഞങ്ങളുടെ ദുരന്തങ്ങളും ദുരിതങ്ങളും ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് നമുക്ക് ഏൽപ്പിക്കും എന്നുള്ള നല്ല വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? ഞാൻ സ്വല്പം പുറകോട്ടാ, മുന്നോട്ട് കുതിക്കും. കൊറേ പുളിക്കും. വിജയിച്ചു. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. സന്തോഷം. പാലക്കാടുള്ള ഓരോ ജനങ്ങളോടും അവരോടുമുള്ള അഹേതവുമായ നന്ദി പറയാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഹൃദയംഗമമായ നന്ദി. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഏറ്റവും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും ഒക്കെ ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മേ ബി മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ആരും കാണാത്ത മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാ അപരാധോടാ ക്ലീറ്റസ് നിങ്ങൾ കാണിച്ച്. ഹലോ, എന്തായി? പോയി. എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത് എനിക്കപ്പോഴേ തോന്നി. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓഹോ, ആണല്ലേ? ചക്ക മുറിച്ച് UDF പ്രവർത്തകരുടെ ആഘോഷം. സജീവന്റെ നേതൃത്വത്തിലാണ്. 2020 ചിഹ്നമാണ് ചക്ക. ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി ഒരു കറി. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി. ചക്ക മുറിഞ്ഞു. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക എല്ലാം ചീഞ്ഞുപോയി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. അതാകെ ഞാൻ ഉറപ്പിൽ ജയിക്കുന്നു പറഞ്ഞ ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാ? അഖിൽ മാരാർ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9161 വോട്ടുമായി
മൂന്നാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? എങ്കിൽ ഇറങ്ങി പോടോ ചെറ്റേ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJP-യിലും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിന് കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീൽ പോയി നോക്കിയാലോ? അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതഗാന മത്സരത്തിനല്ല സാറ് മത്സരിച്ചത്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ഈ പരാജയം താങ്കൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു മത്സരമാകുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാറിനെ ഒന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ മതിയാവും. എടാ പട്ടിയെ പോലെ നിന്ന് മോങ്ങാതെ നീ കാര്യം എന്താന്ന് വെച്ച് പറ. എന്റെ ജീവിതം കോച്ചാട്ടാ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും ഒരേ നോക്കുന്നു. അഖിൽമാരാർ പറയുന്നത് ഇറങ്ങിയിട്ടില്ല. എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതന്നെ അവന്റെ ഫിനിഷ്. ലക്ഷക്കണക്കിന് വോട്ടിൽ ജയിക്കുന്നു പറയുക. മര്യാദയില്ല. ഈ കത്തി കയ്യിലിരിക്കട്ടെ. രക്ഷപ്പെടാൻ പറ്റാതെ പോലീസുകാർ വെടിവെച്ച് കൊല്ലുന്ന ഘട്ടം വരുമ്പോ സ്വയം കുത്തിച്ചാവാനെങ്കിലും ഇത് ഉപകരിക്കും. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ. ചക്ക തന്നെയാണ് താമര. താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ച് കാണുമ്പോ താമര. Shooting is also under sun. Election work is also under sun. So sun is really kissing me. I love that kiss.